എവ്രിവൺ. അപ്പോൾ നിങ്ങളുടെ ബോട്ടണി പ്രാക്ടിക്കലിന്റെ 7th ക്വസ്റ്റ്യൻ, അതായത് H എന്ന ആൽഫബറ്റ് വെച്ച് നിങ്ങൾക്ക് കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ആന്തറിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. യെസ്, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 3 മാർക്സ് ആണ്. അതിൽ 1 മാർക്കാണ് നിങ്ങൾ ക്രോസ് സെക്ഷൻ എടുക്കുന്നതിന്, ബാക്കി 2 മാർക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഡയഗ്രാം വരയ്ക്കുന്നതിനും അതുപോലെ തന്നെ ലേബൽ ചെയ്യുന്നതിനും കൂടിയാണ്. അപ്പൊ ലേബൽ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾ ഏതെങ്കിലും 3 പാർട്സ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ 3 പാർട്സ് എങ്കിലും അതിൽ ലേബൽ ചെയ്യണം. അപ്പൊ വൃത്തിയായിട്ട് ഡയഗ്രാം വരയ്ക്കുക, അതിന്റെ കൂടെ ലേബലിങ്ങും ചെയ്യുക. യെസ്, അപ്പൊ സെക്ഷൻ എടുക്കുന്നതിന് ആകെ 1 മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് നേരം അതിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് കൂടാതെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ സെക്ഷൻ എടുക്കുന്നത്, എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അധികവും തരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്, പാന്തറിന്റെ ക്രോസ് സെക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കുക നമ്മുടെ തെച്ചി അല്ലെങ്കിൽ ചെത്തി എന്ന് പറയുന്ന ഇക്സോറ ആയിരിക്കും. യെസ്, അപ്പൊ ഇത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് പിടിക്കാം. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഇത് നമ്മൾ സ്ലൈഡിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ആ രീതിയിൽ ചെയ്യാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചും ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു മുമ്പ് നിങ്ങളോട് പറയാം ഇനി വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് വേണ്ടത് എന്നുള്ളത്. അപ്പൊ ഒന്ന്, നമുക്ക് ഈ തന്നിരിക്കുന്ന മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അതുകൂടാതെ കുറച്ച് വാട്ടർ, ഓക്കെ, വാട്ടർ വേണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് 2 സ്ലൈഡാണ്, ഓക്കെ, 2 സ്ലൈഡുകൾ നമുക്ക് വേണം. പിന്നെ അത് കൂടാണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു സെക്ഷൻ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു കവർ സ്ലിപ്പ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബ്രഷ്, പിന്നെ അത് കൂടാതെ ഒരു നീഡിൽ ഉണ്ടായിരിക്കണം. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്ലേഡ് എന്ന് പറയുന്നത്. അത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാണ്, വളരെ ഫ്രഷ് ആയിട്ടുള്ള ബ്ലേഡ് തന്നെ നിങ്ങൾ എടുക്കണം. കാരണം മൂർച്ച കുറവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സെക്ഷനിൽ നമുക്ക് കൃത്യമായിട്ട് തിൻ സെക്ഷൻ കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ബ്ലേഡ് കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. യെസ്, അപ്പൊ എങ്ങനെയാണ് നമുക്കിത് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മളിതാ ഒരു നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ ആ തെച്ചിയുടെ ഒരു ബഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇങ്ങനെ കയ്യിൽ പിടിക്കാം. അപ്പൊ എപ്പോഴും ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ കണ്ണിനോട് ഒന്ന് പാരലൽ ആയിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് അത് എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, അങ്ങനെ നിർത്തിയ ശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലേഡ് വെക്കുമ്പോഴും എന്ത് ചെയ്യണം, ഇതിങ്ങനെ ചെരിഞ്ഞും തിരിഞ്ഞൊന്നും പോകരുത്. നമ്മുടെ മെറ്റീരിയലും അത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെരിഞ്ഞ് നിൽക്കരുത്. നേരെ തന്നെ ഇതിനെ വെക്കുക. എന്നിട്ട് ഇതിന്റെ ഈ മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. യെസ്, അപ്പൊ ആ മോൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മുടെ ആ ഒരു സെക്ഷൻസ് നമ്മൾ എടുക്കാനായിട്ട്. അപ്പൊ എടുക്കുമ്പോൾ വളരെ കണ്ണിനോട് ഇങ്ങനെ പാരലായിട്ട് വളരെ തിന്നായിട്ടുള്ള സെക്ഷൻസ് വേണം നമ്മൾ എടുക്കാനായിട്ട്. തിൻ സെക്ഷൻസ് നമ്മൾ എടുക്കാം. യെസ്, അപ്പൊ ഇത് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സ്ലൈഡ് എടുക്കുക. ആ സ്ലൈഡിലേക്ക് നിങ്ങൾ ഒരു 2 to 3 ഡ്രോപ്സ് വാട്ടർ, 2 or 3 ഡ്രോപ്സ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മളൊന്നിങ്ങനെ വെച്ചു കൊടുക്കാം. ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ബ്ലേഡിലുള്ള ഈ നമ്മൾ എടുത്തിട്ടുള്ള ഈ സെക്ഷൻസ് പതുക്കെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ പെറ്റൽസിന്റെ ഭാഗമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സൈഡിലേക്ക് മാറിപ്പോക്കോളും. അപ്പൊ ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഏത് സ്ലൈഡിലാണോ നമ്മൾ നമ്മുടെ മെറ്റീരിയൽ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്, ആ സ്ലൈഡ് പതുക്കെ എടുക്കുക. എടുത്ത ശേഷം എന്ത് ചെയ്യാം, അതിലേക്ക് ഒരു 2 ഡ്രോപ്സ്, 1 or 2 അല്ലെങ്കിൽ കുറച്ച് ഡ്രോപ്സ് വാട്ടർ, നമുക്ക് ഏകദേശം കണ്ടാൽ അറിയാം ഒരു ഇത്തിരി നമ്മൾ ആ സെക്ഷൻ വെക്കാൻ പാകത്തിനുള്ള കുറച്ച് ഡ്രോപ്സ് വാട്ടർ അതിന്റെ മുകളിലേക്ക് വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു സ്ലൈഡിൽ നിന്നും നമ്മൾ പതുക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആന്തർ അല്ലെ, നമ്മുടെ ആന്തർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ തന്നെ കാണാം ഏകദേശം ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ആന്തർ ആയിരിക്കും. അപ്പൊ ആ ഒരു ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അത് പതുക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതിലേക്ക് വെക്കാം. പതുക്കെ നമ്മൾ നോക്കുക, ഏറ്റവും തിന്നായിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ തിന്നായിട്ടുള്ള സെക്ഷൻ ഒന്ന് എടുക്കുക. എടുത്തിട്ട് ഇതിലേക്ക് പ്ലേസ് ചെയ്യാം പതുക്കെ. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കവർ സ്ലിപ്പ് എടുക്കുക. കവർ സ്ലിപ്പ് എടുത്തിട്ട് പതുക്കെ ഒരു നീഡലിന്റെ ഹെൽപ്പോട് കൂടി മാത്രം, കാരണം നമ്മൾ വെറുതെ കവർ സ്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ എയർ ബബിൾസ് ഫോം ചെയ്യും. അപ്പൊ അത് ഫോം ചെയ്യാതിരിക്കാൻ ഒരു നീഡിലിന്റെ സഹായത്തോടെ നമ്മുടെ കവർ സ്ലിപ്പ് പതുക്കെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. യെസ്, അപ്പൊ ഇത് പ്ലേസ് ചെയ്ത് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് അത് കൃത്യമായിട്ട് എയർ ബബിൾസ് ഒന്നും ഫോം ചെയ്തിട്ടില്ല എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്താം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്താൽ മതി. നമ്മൾ ഇതിന് സ്റ്റെയിനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പതുക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൈക്രോസ്കോപ്പിൽ വെക്കുക. മൈക്രോസ്കോപ്പിൽ വെച്ച ശേഷം നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് മൈക്രോസ്കോപ്പിൽ അതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ലൈറ്റ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ടൊരു പിക്ചർ അതിൽ കിട്ടുള്ളൂ. യെസ്, ആ ലൈറ്റ് കൃത്യമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ പതുക്കെ എന്ത് ചെയ്യുക, ഇതൊന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ലൈറ്റ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ലൈറ്റ് കൃത്യമായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒട്ടും ക്ലിയർ ആയിട്ട് അത് കാണാനായിട്ട് പറ്റില്ല. അതിനുശേഷം പതുക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ആന്തറിന്റെ ഒരു ഇമേജ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും.
അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രോസ് സെക്ഷൻ ഓഫ് ആന്തർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു 1 മാർക്കാണ് നിങ്ങൾക്ക് ഈ സെക്ഷൻ എടുത്ത് വെക്കുന്നതിൽ. അപ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് എന്ന് പറയുന്നത് പുതിയ ബ്ലേഡ് ആയിരിക്കണം. കാരണം ഇല്ലെങ്കിൽ മുറിഞ്ഞു പോവുകയും നമുക്ക് അൺഈവൺ ആയിട്ടുള്ള സെക്ഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള സെക്ഷൻ എടുക്കുക, നല്ലൊരു ബ്ലേഡ് എടുക്കുക, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പതുക്കെ സെക്ഷൻസ് എടുക്കുക. വളരെ തിന്നായിട്ടുള്ള സെക്ഷൻ ഏതാണെന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലൈഡിലേക്ക് നമുക്ക് 2 or 3 എണ്ണം വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏതെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നോക്കുക, ഏതാണോ ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ ഇൻവിജിലേറ്റർ വരുന്ന സമയത്ത് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് മാറ്റി വെച്ച ശേഷം ടീച്ചർ വരുന്ന സമയത്ത് ഇത് കാണിച്ചു കൊടുക്കാം. യെസ്, ആൻഡ് ഇതിന്റെ കൂടെ തന്നെ എന്താണ് ലേബിളിങ്ങും, അതുപോലെ ആ ഡയഗ്രാം വരച്ചിട്ട് അതിന്റെ ലേബിളിങ്ങും കൂടി. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ആന്തർ എന്ന് പറയുന്ന ഈ ഒരു 7th ക്വസ്റ്റൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.